ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിലെ ഒരു ഫീച്ചറാണ് അവതാർ എന്നത്. അപ്പോൾ നമ്മുടെ ഫേസിനോട് മാച്ച് ആയുള്ള അവതാർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയ ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടേതുമായി മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള അവതാർ എല്ലാം നമുക്ക് ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നമുക്ക് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോവുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ ഐക്കൺ താഴെയായി ഇവിടെ അവതാർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് യുവർ അവതാർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിലാണ് നമ്മൾ പോകേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായി ഇപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പണായി വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ക്യാമറയിൽ ഇതുപോലെ നമ്മൾ കറക്റ്റായി പിടിച്ചതിന് ശേഷം ടേക്ക് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്കിൻ കളർ എല്ലാം ഇവിടെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സ്കിൻ കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്കിൻ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ യുവർ അവതാർ ഈസ് ഓൾമോസ്റ്റ് ഡൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്യാമറ യൂസ് ചെയ്ത് ഏകദേശം നമ്മുടെ രൂപത്തോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അവതാറാണ് ഇവിടെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യു ആർ ഓൾ സെറ്റ് എന്ന് പറഞ്ഞൊരു അവതാർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എഡിറ്റിംഗ് എല്ലാം വേണമെങ്കിൽ നമുക്ക് മേക്ക് മോർ എഡിറ്റ്സ് എന്നതിൽ പോകാം. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സിറ്റ് എഡിറ്റർ എന്നതിൽ കൊടുത്തതിന് ശേഷം വീണ്ടും എഡിറ്റ് അവതാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഔട്ട്ഫിറ്റ് എന്ന ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഔട്ട്ഫിറ്റാണ് വേണ്ടത് ആ ഒരു ഔട്ട്ഫിറ്റ് ഇതുപോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് എല്ലാം സെലക്ട് ചെയ്യാം. അതിനുശേഷം അടുത്തതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ, നിങ്ങൾക്ക് ക്യാപ്പ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ എല്ലാമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാപ്പ് എല്ലാം ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ക്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കളർ ഓപ്ഷൻ എല്ലാം വരുന്നുണ്ട്. ഇത്തരത്തിൽ കളർ ഓപ്ഷനിൽ നിന്നും നമുക്ക് ക്യാപ്പിൻ്റെ കളർ എല്ലാം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഹിയറിംഗ് ഡിവൈസ് വേണോ, അതുപോലെ ഇവിടെ ഹിയറിംഗ് ഡിവൈസിന്റെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ ഇവിടെ ഹിയറിംഗ് ഡിവൈസ് സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരാത്തത്. ഇപ്രകാരം നിങ്ങൾക്ക് ഇത് സ്വൈപ്പ് ചെയ്ത് ഒരുപാട് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ബോഡി ടൈപ്പ്, ഇത് എപ്രകാരത്തിലുള്ള ബോഡി ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതെല്ലാം സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി കണ്ണട വേണമെങ്കിൽ ഇതുപോലെ കണ്ണട എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് എന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എക്സിറ്റ് ചെയ്യുകയാണ്. എക്സിറ്റ് എഡിറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്യാമറയിൽ നിന്നും നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു അവതാറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ബ്രൗസ് സ്റ്റിക്കേഴ്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവതാർ ഇതിൻ്റെ പല രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഓരോ ഇമോജീസ് എല്ലാം ഇതുപോലെ കാണാം. അപ്പോൾ നമ്മുടെ ഓരോ മൂഡിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സ്റ്റിക്കർ എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട അവതാർ നമുക്ക് വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചറായെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ക്രിയേറ്റ് പ്രൊഫൈൽ ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് അവതാറാണ് ഇവിടെ പ്രൊഫൈൽ പിക്ചർ ആക്കേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രൊഫൈൽ ഫോട്ടോ അപ്ഡേറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ ചേഞ്ച് ആയിരിക്കുന്നത് കാണാം. ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ക്യാമറ എല്ലാം യൂസ് ചെയ്ത് അവതാർ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്